അതിനെ ചോദ്യം ചെയ്തു പോയി അങ്ങ് കഴിച്ച് അവിടുത്തെ ആഹാരവും കഴിച്ച് കഴിയുമ്പോൾ സംഗതിയൊക്കെ മാറും. ആപ്പാവും. ആഹാരത്തിനൊക്കെ വ്യതിയാനമുണ്ട്. അത് ഓരോ ദേശത്തിനനുസരിച്ചാണ് ഇത് രൂപപ്പെടുന്നത്. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള ദേശത്തുള്ള സാമ്പാറല്ല തൃശ്ശൂരിനപ്പുറത്ത് കാസർഗോഡ് വരെയുള്ള സാമ്പാർ. മനസ്സിലായില്ല? ശ്രദ്ധിച്ചിട്ടില്ല? അപ്പോൾ ഇവിടുന്ന് പാചകക്കാരനെ അവിടെ കൊണ്ടുപോകും, കുടിയേറ്റക്കാരൻ. കാരണം ഇവിടുത്തെ സാമ്പാർ അവിടെ വെച്ച് കൊടുക്കാൻ 2 ആഴ്ച കഴിഞ്ഞാൽ ആശുപത്രിയിലാവും. എത്രയും സൂക്ഷ്മമായി നമ്മൾ പഠിക്കാറില്ല. ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദേശം മാറി താമസിക്കുമ്പോൾ ശീലങ്ങളെല്ലാം മാറും. ഇവിടെ നിങ്ങൾ ഉഴുന്നുവരിയും അരച്ചിട്ടാണ് ദോശ തിന്നുന്നത്. am I right? വടക്കേ അറ്റത്തേക്ക് ചെല്ലുമ്പോൾ ഒരു അരി മാത്രം അരച്ചിട്ടാണ് ദോശ തിന്നുന്നത്. അവിടെ ദോശ എന്ന് പറഞ്ഞാൽ അരി മാത്രമാണ്. അവരുണ്ടാക്കുന്ന പോലെ നിങ്ങൾ ശ്രമിക്കും, ഉണ്ടാവില്ല. കാരണം അവർക്ക് അവരുടെ കൈപ്പാവുണ്ട് പാരമ്പര്യമായി. ഇത് കേട്ടിട്ട് ഉടനെ തന്നെ ഇന്ന് പോയിട്ട് സ്വാമി പറഞ്ഞു കേട്ടോണ്ട് അരി അരയ്ക്കും. ഇതൊട്ട് കല്ലെന്ന് പറഞ്ഞു വരികയില്ല. ഇതൊട്ട് അവർ നിരത്തുന്ന പോലെ അതിന് കല്ലിൻ്റെ ചൂടുമൊക്കെ നോക്കി സൂക്ഷ്മമായിരുന്നു നിരത്താൻ പഠിക്കണം. നിരത്താൻ പഠിച്ചില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞും പറഞ്ഞു പോകും. അവിടെയൊക്കെ വീണ്ടും ഒഴിച്ചു കൊടുക്കും. അവസാനം ഇതൊരു കണ്ടം വെച്ച ബോട്ട് പോലുള്ളൊരു ദോശയായിട്ട് പല ഷേപ്പിൽ. am I right? നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ പാരമ്പര്യ ഭേദങ്ങൾ, ദേശഭേദങ്ങൾ, കാലഭേദങ്ങളൊക്കെ അഗ്നിവേശൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അഗ്നിവേശൻ തൻ്റെ സംശയം നോക്കുക. അഗ്നിവേശൻ എന്നിട്ട് അത് സംശയമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കാലം, ക്രിയ, മാത്ര, ഭൂമി, ദേഹം, ശരീരത്തിന് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലല്ല ഇരിക്കുന്നത്. ചിലരുടെ എല്ലിന് ബലം കൂടും, ചിലരുടെ എല്ലിന് ബലം ഉണ്ടാവില്ല. ചിലർക്ക് നല്ലപോലെ മൂത്രം പോകും, ചിലർക്ക് പോകില്ല. ചിലരുടെ കോഷ്ടം മൃദുവായിരിക്കും, ചിലരുടെ കോഷ്ടം തീക്ഷ്ണമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഇതെങ്ങനെയുള്ളവനാണ് അത് ദേഹം നോക്കി അറിയുന്നത്. വാതാദി ദോഷങ്ങൾ എങ്ങനെയാണ്? വാദം, പിത്തം, കഫം ഇവയെങ്ങനെയാണ്? ഈ അവസ്ഥാവ്യതിയാനങ്ങളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആഹാരമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? വളരെ വിപുലമായൊരു ചോദ്യമാണ് അന്നത്തെക്കുറിച്ച് ചോദിച്ചത്. അല്ലയോ ഭഗവാൻ, ഹിതവും അഹിതവുമായ ആഹാരപദാർത്ഥങ്ങളുടെ ശരിയായ ലക്ഷണം എങ്ങനെ അറിയും? അതിൻ്റെ മാത്രാകാലം, ക്രിയ, ഭൂമി, ദേഹം, വാതാദി ദോഷങ്ങൾ, സംസ്കാരം ഇവയൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയും? ഇതുമൊക്കെ പഠിക്കേണ്ടതിന് പകരം പോയിരുന്ന് കുരങ്ങ് മനുഷ്യനായോ, ഹിമാലയത്തിൽ എത്ര കൊട്ട മണ്ണുണ്ടായിരുന്നു, ഇത്ര കൊല്ലമായി ഇന്ത്യയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ആരാണ്, വിവിധ ഇംഗ്ലീഷ് പദങ്ങളുടെ സ്പെല്ലിംഗ് എന്താണ്, ഇതൊക്കെ പഠിച്ച് കുറേ കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷുമായിട്ട് ഇറങ്ങി യാതൊരു കോമൺ സെൻസും ഇല്ലാതെ ആരോഗ്യത്തിനുതകാതെ ജീവിക്കുന്ന ജീവിതമാണ് മാന്യമായ ജീവിതം. ആക്ഷേപമുണ്ടെങ്കിൽ എന്നെ തല്ലാം. ഉപ്പൂറ്റി 9 അടി പൊങ്ങിയാണ് നിൽക്കുന്നത്. തള്ളവരലേ നിലത്ത് മുട്ടുന്നുള്ളൂ ഈ പഠിപ്പും കഴിഞ്ഞിട്ട്. പകരം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ബൗദ്ധിക ശേഷിയുള്ള ഒരു തലമുറ ഈ നാട്ടിൽ വളരെ ഭംഗിയായി ജീവിക്കുകയും ഭംഗിയായി ചോദ്യങ്ങളെ ചോദിക്കുകയും അതിനനുസരിച്ച് രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒസ്യത്ത് ഒരു പ്രാവശ്യം എടുത്തു വെച്ചൊന്ന് വായിച്ചു നോക്കുക. ഒറ്റ പ്രാവശ്യം. നിങ്ങൾക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ ഒരു തരവുമില്ല. അത്രയും പറഞ്ഞു. ഹേ അഗ്നിവേശ, സമാവസ്ഥയിലുള്ള ശരീരത്തിൻ്റെ ദോഷങ്ങളെ അതുപോലെ ധാതുക്കളെയും സമാവസ്ഥയിൽ തന്നെ പ്രകൃത്യാ നിർത്തുകയും വിഷമാവസ്ഥയിലുള്ളതിനെ
സമാവസ്ഥയിലാക്കുകയും ചെയ്യുന്ന ആഹാരം ഹിതവും ആരോഗ്യം തരുന്നതും ആകും. അതിന് വിപരീതമായ ആഹാരം അഹിതവും രോഗമുണ്ടാക്കുന്നതുമാണ്. ഒരുവന്റെ പ്രകൃതിക്കനുസരിച്ച് വാതപിത്ത കഫങ്ങൾ സമമായിരിക്കുന്ന പ്രകൃതമുള്ള ഒരുവന്റെ സമപ്രകൃതിയെ കളയാതിരിക്കുന്നതും ഏതെങ്കിലും ഒരുവനിൽ വിഷമാവസ്ഥയിൽ ഇവ നിൽക്കുന്നുവെങ്കിൽ അതിനെ സമാവസ്ഥയിലേക്കാക്കാൻ ഉതകുന്ന ആഹാരമേതോ അതാണ് ഹിതമായ ആഹാരം. അത് ആരോഗ്യത്തിന് കാരണം. പഴയ അമ്മമാർ അതുകൊണ്ടാണ് ഒരു വീട്ടിനകത്ത്, ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നാൽ രാവിലെ എല്ലാവർക്കും പുട്ട്, എല്ലാവർക്കും ഇടിയപ്പം, എല്ലാവർക്കും കൊഴുക്കട്ട, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. 4 മക്കളുള്ള ഒരമ്മ പഴയ കാലത്ത് കൊച്ചു കുഞ്ഞിന് കൊടുക്കുന്നതും മുതിർന്നതിന് കൊടുക്കുന്നതും ഗർഭിണിക്ക് കൊടുക്കുന്നതും വയസ്സായവർക്ക് കൊടുക്കുന്നതും വേറെ വേറെ ആഹാരമാണ്. ഇന്നത്തേക്കാൾ ദാരിദ്ര്യം ഉണ്ടായിട്ട് ഇന്ന് ദാരിദ്ര്യമില്ലാത്ത നിങ്ങളുടെ കുടുംബങ്ങളിൽ വെച്ചു വിളമ്പാൻ ഇവിടെ ആരായിരിക്കുന്നത്? വേണേ വേണേ ആ ഒരു പദം ഞാനെങ്ങനെയാ മൈക്കിൽ കൂടെ പറയുന്നത്? നല്ല ഒഴുക്കിൽ വരുമ്പോഴാണ് എനിക്ക് വളരെ രസമാണ് പറയുന്നത്. നിങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങളെല്ലാം മാന്യന്മാർ. ഞാൻ എങ്ങനെയാ പദം ഉപയോഗിക്കും? ഉദ്ധരിക്കാം അല്ലേ? വേണമെങ്കിൽ ഞണ്ണിയിട്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് ഇന്നങ്ങനെയാണ്. നല്ലൊരു ശതമാനം ആലുവയിലെ വീടുകളിലും നിങ്ങൾ വന്നിരിക്കുന്ന നഗരങ്ങളിൽ ഉള്ള നിങ്ങളുടെ വീടുകളിലും വീട്ടിൽ പാചകം ചെയ്യുന്നത് തന്നെ ഇല്ല. പുതുക്കെട്ടിങ്ങി വരിക. ഓണത്തിനും വിഷുവിനും ഒക്കെ നിശ്ചയം. Am I right? വിരുന്നുകാർ വന്നാലും അങ്ങനെയാണ്. ശനിയും ഞായറൊക്കെ അങ്ങനെയാണ്. പിന്നെ തിങ്കളിച്ചൊക്കെയാ. അപ്പൊ ഇങ്ങനെ വരുന്നത് ഒരു കാരണം വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കാൾ വില കുറവാണ് പുറത്തുനിന്ന് ഭക്ഷണം പാകം ചെയ്തത് മേടിച്ചാൽ. മല്ലിയേക്കാൾ വില കുറച്ച് മല്ലിപ്പൊടിയും മുളകിനേക്കാൾ വില കുറച്ച് മുളക് പൊടിയും കിട്ടുന്ന ഒരു ദേശത്ത് മുളക് വാങ്ങി കൊണ്ടുവന്ന് ചുമട്ടുകൂലി കൊടുത്ത് ഇറക്കുകൂലി കൊടുത്ത് അത് പൊടിക്കുന്നതിന് കൂലി കൊടുത്ത് പൊടിച്ച് പാക്ക് ചെയ്ത് മല്ലിയേക്കാളും മുളകിനേക്കാളും വില കുറച്ച് മുളക് കിട്ടിയിട്ടും ചിന്തിക്കാത്ത വിദ്യാസമ്പന്നരുള്ള കേരളത്തിൽ ശരിയല്ല? ചിന്തിക്കുന്നവനാണെ ചോദിക്കും, എങ്ങനെയാ സുഹൃത്ത് ഇതിങ്ങനെ തരുന്നത്? ഇതിനകത്ത് എന്ത് കൊണ്ടാൻ വേണ്ടിയാണ് നീ പൊടിച്ചു വെച്ചിരിക്കുന്നത്? ടി വിയിൽ പരസ്യവും അത് ലക്ഷങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നീ ഈ വിലയ്ക്ക് തരുമ്പോൾ ഞാൻ എങ്ങനെയാണ് വിശ്വസിച്ച് നിൻ്റെ മേടിച്ചുകൊണ്ട് പോകും? ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പൊടിയാകുമ്പോൾ അവിടുത്തെ തമിഴിൻ്റെ മലവും കൂടെ പിടിച്ചിട്ടുണ്ടോ? കാരണം ഈ ഇടയ്ക്ക് കയറിയപ്പോഴാണ് ഈ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചോറിൻ്റെ കൂടെ 2-3 മുളക്, സംതിങ് സ്പെഷ്യൽ. അപ്പം ഈ മുളകിൻ്റെ കൂടെ കട്ടിയായിട്ട് വറുത്ത ചില സാധനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഇരിക്കുക, മുളകിൻ്റെ കൂടെ തന്നെ. മുളകെന്ന് ഇങ്ങനെ അടരുന്നില്ല. അപ്പം കഴിച്ച വിദ്വാൻ പറഞ്ഞു, നല്ല സാധനം, A1. ഇതുവരെ ഇത്രയും